നമസ്കാരം. ഈ ഒരു വീഡിയോ ചെയ്യണത് ഇപ്പൊ പെട്ടെന്ന്, കാരണം ഞാൻ കുറെ ദിവസങ്ങളായി ശ്രദ്ധിക്കുന്ന ഒരു സബ്ജക്റ്റ് കേരളത്തിൽ നടക്കുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും സനാതന ധർമ്മത്തിനെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണ സംസാരിക്കുന്ന ഒരാള് സംസാരിച്ചിട്ടില്ലെങ്കിൽ അതൊരു മോശമാവും. കാരണം ഗുരുവായൂർ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തില് ഒരു ലഹള നടന്നു. പുറത്ത് ഒരു സ്ത്രീ വന്നിട്ട്, തട്ടട്ട സ്ത്രീ വന്നു. അപ്പൊ കുറെ കാലമായി തട്ടട്ട ഒരു സ്ത്രീ ശ്രീകൃഷ്ണനെ ഫോട്ടോ വരയ്ക്കുന്നു എന്നൊക്കെ കേൾക്കണേ. ഞാൻ ഈ സ്ത്രീയെ 2006 തൊട്ട് കേൾക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ ഇതിനൊന്നും പ്രതികരിക്കാൻ പോവാനും ഒന്നും അതിന് നിന്നിട്ടില്ല. ആരെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോ എന്ത് വരുമ്പോ ഒന്നുമില്ല. ഇതിങ്ങനെ ഒരു തമാശയായിട്ട് തന്നെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഒരു 4-5 വർഷം മുമ്പ് ഇത് കുറച്ച് സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ BJP നേതാക്കന്മാരെ അറിയിക്കണം, ഇത് നിങ്ങൾക്ക് BJP ആയിട്ട് നല്ല. ഞാൻ പറഞ്ഞു, ഞാൻ അത്ര അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ബന്ധമൊന്നും എനിക്ക് ഇവരൊന്നും ആയിട്ടില്ല. കോഴിക്കോട് നേതാക്കന്മാരൊക്കെ അവർക്കറിയാലോ ഈ നാട്ടിലത്തെ ഒരാളെങ്ങനെയുള്ളത്. അപ്പൊ അങ്ങനെ അതും വിട്ട്, അതും കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ച് എല്ലാ സമയത്തും ഓരോ ഉത്സവത്തിനും അവിടെ എത്തുന്നതും തന്ത്രിന്റെ അടുത്ത് എത്തുന്നതും സുരേഷ് ഗോപിന്റെ കൂടെ ഇലക്ഷൻ ക്യാമ്പയിൻ 28 ദിവസം തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്ത് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി. അപ്പോ BJPയിൽ അംഗത്വമൊന്നും ഇല്ലാത്ത ഒരാൾ ഇത്രയും ക്യാമ്പയിൻ നടത്തുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇത് ഇതാവും. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ നേതാക്കന്മാർക്ക് തന്നെ ദൈവം കൊടുക്കണമായിരുന്നു. അപ്പോ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് കളിക്കണതിന് ദൈവം മറുപടി കൊടുക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പില് എന്ത് കാര്യം വന്നാലും അതിന് ഉത്തരവുണ്ട്, അതിന്റെ പണിയും കിട്ടും. അതന്നെ ഞാനൊക്കെ പ്രതീക്ഷിച്ചത്. അതന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. വളരെ വിദ്യാഭ്യാസമുള്ള കുറെ സ്ത്രീകൾ വന്ന്, ഹിന്ദു മതസ്ഥരായ സ്ത്രീകൾ വന്ന് അതിനെ പ്രതികരിച്ച കണ്ടു. വളരെ നന്നായി. കാരണം ഇനിയും നിങ്ങൾ പ്രതികരിക്കാതിരുന്ന, എനിക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. എന്നോട് പറയും, നിനക്കെന്താ, നീ മുസ്ലിം അല്ലേ? പക്ഷെ ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞ ഒരു മതത്തിൽ ജനിച്ചു. എന്റെ ഉമ്മയും ബാപ്പയും പോലെ അവരെ ഞാൻ മാറ്റുന്നില്ലെങ്കിൽ എന്റെ മതം ഇസ്ലാം തന്നെ ആയിരിക്കും. പക്ഷേ സനാതന ധർമ്മവും ഹിന്ദു ധർമ്മത്തിനെയും ശക്തമായിട്ട് മുന്നോട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ്. അതിനൊരു മടിയില്ല. എന്റെ വീട്ടിൽ ഞാൻ വിളക്ക് കത്തിക്കുന്നത് ജസ്നന്റെ ഫോട്ടോ വെച്ചിട്ടല്ല, അവള് വരച്ച ചിത്രങ്ങളുമല്ല. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീകൃഷ്ണന്റെ ഒരു ആരാധകയായിട്ട് വന്നിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുറത്തു പോയി ഗസ്റ്റ് ഒക്കെ വരുമ്പോ നിൽക്കാന്നല്ലാതെ അവിടെ കയറാനോ അതിന്റെ ഉള്ളിൽ കഥ ഉണ്ടാക്കാനോ അവിടുത്തെ തന്ത്രീനെ കാണാനോ ഒന്നും നമ്മളാരും പോയിട്ടില്ല. പിന്നെ നമ്മളെ കേട്ടുന്ന ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകും. അത് അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിൽ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളൂ അങ്ങനെ നമ്മൾക്ക് പോകണം. ഭക്തിയുള്ളവർക്ക് കയറാം. അവിടെ ജാതി ഇല്ല. പറഞ്ഞ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ദിനത്തിലൊക്കെ ഞാനും ഭഗവാൻ രാമന്റെ ആ ഒരു സീന് കാണാൻ ഫസ്റ്റ് തന്നെ കണ്ട ഒരാളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ആ ഭാഗ്യം എനിക്ക് കിട്ടി. കാരണം നമ്മുടെ അവതാരങ്ങളെ കൂടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ലെങ്കിലും അവരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിന് ആസ്വദിക്കാൻ പറ്റിയ പല നിമിഷങ്ങളും എനിക്ക് എന്റെ ജീവിതത്തിൽ പല അമ്പലങ്ങളെ ശ്രദ്ധിച്ചപ്പോൾ. അപ്പൊ ഹിന്ദുക്കളും ഭാരതീയരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയണ നമ്മളെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ശ്രീകൃഷ്ണന് യുദ്ധം ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ എതിർത്തന്നെ പറ്റുള്ളൂ. കാരണം അമ്പലനടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ നാളെ ഒരു ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടായ പോലെയാണ് അത് കാണിക്കുക. അപ്പൊ ഇവളെ പിന്നിൽ ആര് എന്നുള്ളതിനെ നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഈ വരുന്നത്. ഇവള് പണി ചെയ്ത സ്ഥാപനം ഇവള് 2016 മറ്റോ ആണ് ഇവള് റേപ്പ് ചെയ്തു പറഞ്ഞ കേസ് കൊടുത്തത്. ആ പയ്യന്റെ പേരിൽ ഇവള് കൊടുത്ത 4 കേസുകളായി. ഇവളെ സ്ഥാപനത്തിൽ നിന്ന് വേറെ 2 കേസുകൾ അവര് പറഞ്ഞ പണിക്ക് നിൽക്കാണ്ട് കൊടുത്ത്. അല്ലാതെ ഇവളെ വീട്ടിൽ ഇവന്റെ വീട്ടിൽ പോയി ഇവള് പോവുകയോ അവൻ റേപ്പ് ചെയ്യുകയോ അങ്ങനെ ഒന്നും പോലീസിന്റെ രേഖകളിലോ ഇവള് പോയിട്ടും ഇല്ല എന്നുള്ളത് തിരിഞ്ഞത് കൊണ്ടാണ് ഇവളെ കേസ് കോടതി വെറുതെ ഇവളെ ആ കേസ് ഇല്ലാണ്ടായി പോയത്. അല്ലാതെ കേരളത്തിലെ പോലീസിന്റെ കൊള്ളരുതായ്മ കൊണ്ട് ആ കേസ് പോയതല്ല എന്നുള്ള സത്യം FIR-ഉം കോടതി രേഖകളും പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. പിന്നെ ഇവള് BJPക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത് ഇവൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പൊ കാണാം. ഈ ഒരു വീഡിയോന്റെ അടിയിൽ പോലും നിങ്ങൾക്ക് കാണാം എങ്ങനെ സുഡാപ്പികൾ എത്തുന്നു.
ഇവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ. അതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ ഇവിടെ പിന്നിൽ ഒരു വലിയ അജണ്ട ഉണ്ട് എന്നുള്ളതിൽ 100%. എല്ലാം ഒന്നും ഇവിടെ വന്ന് പറയാൻ പറ്റൂല. പറയേണ്ടവരെ മുമ്പിൽ ഞാനും പറഞ്ഞോളാം. കാരണം ലഹള ഉണ്ടാക്കുക എന്നുള്ളത് പിന്നെ ഒരു വലിയ അജണ്ടയാണ്. കാരണം കേരളത്തിൽ സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടെന്ന് നമ്മൾ വർഷങ്ങളായിട്ട് അറിയുന്നുണ്ട്. ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കേരളം കണ്ടു. കേരളമാണ് ഇവരുടെ കാശ്മീർ കഴിഞ്ഞിട്ട് കേരളമാണ് ഇവരുടെ താവളമെന്ന് മനസ്സിലായി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പുള്ളത്. അപ്പോ ഇവൾ ഈ ജസ്ന വന്ന് ഇതുപോലെ അടി ഉണ്ടാക്കണമെങ്കിൽ ഭക്തിയുള്ള ആൾ ഇങ്ങനെയല്ല. കൃഷ്ണന്റെ ഭക്തി എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ നമ്മൾക്ക് എങ്ങനെ അറിയാന്ന് വെച്ചാൽ കൃഷ്ണൻ എല്ലായിടത്തും ഉണ്ട്. കൃഷ്ണൻ പല വിധത്തിൽ നമ്മളെടുത്ത് അവതരിക്കുന്നുള്ള കൃഷ്ണനെയാണ് ഞാനൊക്കെ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് അവിടെ പോയി തന്നെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയൊന്നും കൃഷ്ണനെ കാണും വരയ്ക്കൊന്നും ആവശ്യമില്ല. കൃഷ്ണഭക്തിയുള്ള ആൾക്കാർക്ക് നമ്മൾക്ക് മനസ്സിൽ എപ്പോ ആലോചിച്ചാലേ കൃഷ്ണനെ കിട്ടും. പിന്നെ കുറെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ള പിന്നെ ജസ്ന ലീലകൾ പറയണ ലീല എന്ന് പറഞ്ഞാൽ അവളെ കമ്പയർ ചെയ്യണ്ട. കൃഷ്ണ ലീലകൾ എന്ന് പറഞ്ഞാല് എല്ലാത്തിലും ലീലകൾ എന്ന് പറഞ്ഞാല് പിന്നെ നമ്മള് രാത്രിയുടെ മിസ്റ്ററിനെ പറ്റി ഭംഗിനെ പറ്റി ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരു പേരാണ് ലീലകൾ. കാരണം കൃഷ്ണന് എല്ലാ വിധത്തിലും എൻജോയ് ചെയ്യാൻ പറ്റി, ഡാൻസ് ചെയ്യാനും ജീവിതത്തിലും സങ്കടത്തിലും മരണത്തിനെ വരെ ഭംഗിയിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു കൃഷ്ണനെ ആയതുകൊണ്ടാണ് കൃഷ്ണലീലകൾ. അതിനോടൊന്നും ഇവളെയൊന്നും ഇതുപോലെ കാപട്യം കാണിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ താരതമ്യം ചെയ്യരുത്. ഇതിനു വേണ്ടി കാര്യങ്ങൾ നിയമപരമായിട്ട് തന്നെ പോണ ആൾക്കാരെ കണ്ടതുകൊണ്ട് വളരെ സന്തോഷം. ബാക്കി എല്ലാം കൂടി ഇതിൽ പറയാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം ഒരു വീഡിയോയിലും കൂടി വരാം. നന്ദി, നമസ്കാരം.